ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി ആഞ്ഞുവീശിയ UDF തരംഗത്തിൽ ഇടതു കോട്ടകൾ നിലംപരിശായപ്പോൾ മന്ത്രിമാരുടെ അടക്കം നിയമസഭാ മണ്ഡലങ്ങളും LDFനെ കൈവിട്ടു. 111 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF ഭൂരിപക്ഷം നേടിയപ്പോൾ 18 മണ്ഡലങ്ങളിൽ മാത്രമേ LDFന് മേൽക്കൈ നേടാനായിട്ടുള്ളൂ. അതേസമയം എടുത്തു പറയേണ്ട കാര്യം, കേരളത്തിൽ ആദ്യമായി ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്ത BJP 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഒന്നാമതെത്തിയത്. ലോക്സഭയിൽ ഇടതുപക്ഷത്തിനൊപ്പം ഒരു സീറ്റ് നേടിയ BJP നിയമസഭയിലും ഇടതിനോട് ബലാബലത്തിൽ നിൽക്കുന്ന സ്ഥിതി കേരള രാഷ്ട്രീയത്തിൽ കൗതുകമുണർത്തി. 11 നിയമസഭാ സീറ്റുകളിൽ BJP ഒന്നാം സ്ഥാനത്തെത്തിയതിനു പുറമെ തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിങ്കര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് എന്നീ 8 മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തുമെത്തി. BJP ഒന്നാമതെത്തിയ 11 മണ്ഡലങ്ങളും LDFന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ഇതിൽ മന്ത്രിമാരായ K രാജന്റെ ഒല്ലൂർ, V ശിവൻകുട്ടിയുടെ നേമം, R ബിന്ദുവിന്റെ ഇരിഞ്ഞാലിക്കുടയും ഉൾപ്പെടുന്നു എന്നത് LDF UDF മുന്നണികളെ ഒരേപോലെ ഞെട്ടിച്ചിട്ടുണ്ട്. അതായത് മുൻ കാലഘട്ടങ്ങളിൽ അപേക്ഷിച്ച് നോക്കിയാൽ LDF UDF എന്ന ഇരു മുന്നണികൾ തമ്മിലുള്ള വാശിയേറെ മത്സരത്തിൽ നിന്നും മാറി ഇപ്പോൾ ഇരു മുന്നണികൾക്കും പ്രധാന എതിരാളിയായി BJP മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസം K മുരളീധരനും പരാമർശിച്ചത്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾക്ക് താമരയോടുള്ള അയിത്തം മാറിയെന്നാണ്. തൃശൂരിൽ ഒരു മതവിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും BJPക്ക് വോട്ട് കുത്തിയിട്ടുണ്ട്. സിനിമാ നടനായതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് സമാധാനത്തിന് പറയുന്നതാണ്. തിരുവനന്തപുരത്ത് 4 മാസം മുൻപ് രാജീവ് ചന്ദ്രശേഖർ വന്നിരുന്നെങ്കിൽ അവസ്ഥ മാറിയേനെയെന്നും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന് പൂർണ്ണ ആത്മവിശ്വാസമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുരളീധരന്റെ ഈ പ്രസ്താവനയെ അദ്ദേഹത്തിന്റെ ആ നിരീക്ഷണത്തെ പിന്താങ്ങിക്കൊണ്ട് ദീപിക പത്രവും രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് താമരയോടുള്ള അയിത്തം മാറിയെന്നതാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തരുന്ന ഏറ്റവും ശക്തമായ പാഠമെന്ന K മുരളീധരന്റെ നിരീക്ഷണം യാഥാർത്ഥ്യബോധമുള്ളതാണെന്ന് ദീപികയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കോൺഗ്രസും CPM പോലെ ഒരു പാർട്ടിയാണ് BJP എന്ന് ഒരു വിഭാഗം ആളുകൾ ചിന്തിച്ചു തുടങ്ങിയെന്നും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. സുരേഷ് ഗോപി സിനിമാക്കാരൻ ആയതുകൊണ്ടല്ല തൃശൂരിൽ ജയിച്ചത്, എല്ലാ വിഭാഗത്തിലും ഉള്ളവർ വോട്ട് ചെയ്തത് കൊണ്ടാണെന്നും മുരളീധരൻ പറഞ്ഞത് ഗൗരവത്തോടെ കണക്കിലെടുക്കേണ്ട ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണ്. സാധാരണയായി തിരഞ്ഞെടുപ്പുകളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക മതത്തിലുള്ള ആളുകൾ ഒരു പ്രത്യേക പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി ഇത്തവണ തൃശൂരിൽ എല്ലാ മതത്തിലുമുള്ള ആളുകൾ BJPക്ക് വോട്ട് കുത്തി എന്നത് മറ്റ് ഇരു പാർട്ടികളെ മുൾമുനയിൽ നിർത്തുന്ന ഒന്നാണ്. മുരളീധരന്റെ ഈ രാഷ്ട്രീയ നിരീക്ഷണം ശരിയാണ്, അത് ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാര്യമാണെന്നും ദീപികയിൽ പറയുന്നു. ഇന്ത്യ മുഴുവൻ ഇന്ദിരാഗാന്ധിയെ തള്ളിയ 1977 കേരളം അവർക്കൊപ്പം നിന്നതുപോലെ BJPയെ ഭാരതം ആകെ പുറന്തള്ളുന്ന സാഹചര്യം വന്നാലും കേരളത്തിൽ അവർ നേട്ടം കൊയ്യുമെന്നുള്ള സാഹചര്യത്തിലാണ് നിലവിൽ കാര്യങ്ങൾ. നേട്ടം കൊയ്തുകൂടുന്നില്ല എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. കൂടാതെ ഇടത് വലതു മുന്നണികൾ കാണിക്കുന്ന മുസ്ലിം പ്രീണനം ഇരുമുന്നണിയിലും പരമ്പരാഗതമായി ലഭിക്കുന്ന വോട്ടുകളിൽ വലിയ രീതിയിൽ ചോർച്ച ഉണ്ടാക്കുന്നുണ്ട്. CPMന്റെ കരുത്തായിരുന്ന ഈഴവ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചോർച്ച അവരെ ഭയപ്പെടുത്തുന്നതാണ്. CPM സമീപനങ്ങളിൽ മാറ്റം വരത്തക്ക വിധം ആ അടിയൊഴുക്ക് ശക്തമായിട്ടുണ്ടെന്നും ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മറ്റു തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ LDFന്റെ ഭാഗത്തു നിന്നും മുസ്ലിം പ്രീണനം ഒരു പരിധിവരെ ശക്തമായിരുന്നു. പലപ്പോഴും മുസ്ലിം ലീഗിനെയും UDFനെയും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് സമസ്ത നേതാക്കളുമായി ഒത്തുചേരാൻ അവരുമായി സംവദിക്കാൻ ലഭിച്ചിരുന്ന ഒരവസരവും CPM പാഴാക്കിയിരുന്നില്ല. ഇതിനെ വിമർശിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ അടക്കം പല സാഹചര്യങ്ങളിലും രംഗത്ത് വന്നിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ദീപികയിൽ പറയുന്നത് ഒരു സമുദായത്തെയും പ്രീണിപ്പിക്കാതെ എല്ലാവർക്കും നീതി ചെയ്യുന്ന ഒരു ഭരണമാണ് വേണ്ടതെന്നാണ്. ഓരോ പാർട്ടിയും പറയുന്നത് ചെയ്യുന്നതും ജനങ്ങൾ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ വലിയ നേട്ടമുണ്ടായത് അവർ എല്ലാവരോടും തുല്യ അകലം പാലിക്കുമെന്നുള്ള കരുതലിലും ജനാധിപത്യ മുന്നണിയിൽ ലീഗ് പറയുന്നതേ നടക്കൂ എന്ന തിരിച്ചറിവിലും ആയിരുന്നു എന്നത് ഓർക്കുക എന്നും ദീപിക വിമർശിക്കുന്നുണ്ട്. അതിനുശേഷം ന്യൂനപക്ഷ വകുപ്പ് കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ മാത്രം വഹിക്കുന്ന ഏർപ്പാട് നിർത്തണമെന്നുള്ള ക്രൈസ്തവ നേതാക്കളുടെ ആഗ്രഹം പോലും കാറ്റിൽ പറത്തി ആ സമുദായക്കാരനെ തന്നെ കണ്ടുപിടിച്ചു കൊടുക്കുക കൂടി ചെയ്തതോടെ ഇടതു മുന്നണിയും ജനാധിപത്യ മുന്നണിയുടെ വഴി ഏതെന്ന് ക്രൈസ്തവരിൽ ഒരു വിഭാഗം മനസ്സിലാക്കി അവർ പ്രതികരിക്കുകയും ചെയ്തു. സംവരണം സംബന്ധിച്ച കോൺഗ്രസ് ചിന്തകളും സമീപനങ്ങളും ഹൈന്ദവരായ പിന്നാക്കക്കാരിൽ സംശയമുണ്ടാക്കുന്നുണ്ട്. കർണാടകയിലെ OBC സംവരണം കോൺഗ്രസ്
മുസ്ലിങ്ങൾക്ക് നൽകാൻ തയ്യാറായി. കോൺഗ്രസ് അധികാരത്തിൽ എത്തിയാൽ ഹരിയാനയിലും മുസ്ലിങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുമെന്നും പിന്നോക്കക്കാരുടെ സംവരണത്തിൽ വെള്ളം ചേർക്കപ്പെടുമെന്നുള്ള BJPയുടെ ആക്ഷേപം പിന്നാക്ക സമുദായക്കാരെ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ടെന്നും പ്രതിപാദിക്കുന്നു. ഈഴവർക്ക് കളി മനസ്സിലായി തുടങ്ങിയതിന്റെ അടയാളമാണ് വോട്ട് ചോർച്ച എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. ഇത് തള്ളിക്കളയാൻ കഴിയാത്ത വിധം നിർണായകമായ ഒരു കാര്യമാണ്. അതിനെ സാധൂകരിക്കുന്നതായിരുന്നു ഇത്തവണ LDFന്റെയും UDFന്റെയും വോട്ട് ബാങ്കിൽ ഉണ്ടായ വിള്ളലും അടിയൊഴുക്കുകളും എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും മുരളീധരൻ പറഞ്ഞത് ഗൗരവത്തിൽ എടുത്താലും ഇല്ലായെങ്കിലും അടിയൊഴുക്കുകൾ ബലപ്പെടുന്നുണ്ടെന്ന് സ്ഥാപിക്കുകയാണ് ദീപിക. ഒരു വ്യക്തിക്കും അധികാരം തലയ്ക്ക് പിടിക്കാൻ പാടില്ല, പാർട്ടികൾ അത് നോക്കണമെന്ന് RSS പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അധികാരം കൈയാളുന്നവരുടെ അഹങ്കാരത്തെക്കുറിച്ചും RSS പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ അധികാരികൾക്ക് ദൈവമായി എന്ന് തോന്നൽ വരുന്നത് വലിയ ആപത്താണെന്ന് RSS അധ്യക്ഷൻ മോഹൻ ഭഗവത് സൂചിപ്പിച്ചിരുന്നു. ആർക്കാണ് ഭാഗവത് ഈ ഉപദേശം കൊടുത്തതെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ആധികാരികമായി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മോദിക്കെതിരെയുള്ള ഒളിയമ്പായി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഈ വാക്കുകളെ വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നെന്ന് പറഞ്ഞാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. മുരളീധരൻ പറഞ്ഞതിൽ പതിരില്ല. കോൺഗ്രസും CPM പോലുള്ള ഒരു പാർട്ടി തന്നെയാണ് BJP എന്നുള്ള ഒരു നിലപാടിലേക്ക് കേരളത്തിലെ ജനത എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി എന്നത് തള്ളിക്കളയാനാവാത്ത യാഥാർത്ഥ്യബോധമുള്ള ഒരു കാര്യം തന്നെയാണെന്ന് സ്ഥാപിക്കുകയാണ് ഈ ലേഖനത്തിലൂടെ ദീപിക. ഇനി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടാണ് BJPയുടെ ശ്രമം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 60 നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ശ്രദ്ധ ഊന്നാനാണ് BJPയുടെ തീരുമാനം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ഹൈന്ദവ സമുദായങ്ങളും അനുകൂലമായി വോട്ട് ചെയ്തു. CPM അണികളായിരുന്ന പിന്നോക്ക വിഭാഗങ്ങൾ മാറി ചിന്തിച്ചു. സഭാ നേതൃത്വം അത്ര അനുകൂലമായിരുന്നില്ല എങ്കിലും തൃശൂരും കണ്ണൂരുമെല്ലാം സമുദായ അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി. നല്ലൊരു വിഭാഗം കോൺഗ്രസ് വോട്ടുകളും BJPയിലേക്ക് വന്നെന്ന് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എല്ലാ അവലോകന യോഗങ്ങളും ഉണ്ടായ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം നടത്തിയ BJP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയമാണ് ലക്ഷ്യമിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വിഹിതം 19% ഉയർന്നിട്ടുണ്ട്. 9 നിയമസഭാ മണ്ഡലങ്ങളിൽ ജയിക്കാൻ വേണ്ട വോട്ട് ലഭിച്ചിട്ടുണ്ടെന്നും ഈ സാഹചര്യത്തിൽ ആഞ്ഞുപിടിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്യാമെന്നാണ് BJP നേതൃത്വം കരുതുന്നത്.